8086-ൻ്റെ characteristics ആണ് പറയാൻ പോകുന്നത്. It contains 20 bits address bus. It contains 16-bit data bus. Therefore 8086 is called as 16-bit microprocessor. എന്നുവെച്ചാൽ 20 bits ആണ് അഡ്രസ് ബസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ആൻഡ് 16 bits ആണ് ഡാറ്റ ബിറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 16-bit മൈക്രോപ്രൊസസ്സർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 2-stage pipeline processor. 2-stage pipeline processor ആണ്. It can prefetch 6 bits from memory and store into queue to increase the speed of execution. ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 bytes പ്രീഫർ ചെയ്യാം മെമ്മറി അത് ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ്സ് കൺട്രോൾ ബസ് carrier signals for executing operations such as read and write. ഇതിൻ്റെ കൺട്രോൾ ബസ് എന്താണ് carry some execute signals, read and write operations ഒക്കെ ഇതിൻ്റെ കൺട്രോൾ ബസ് carry ചെയ്യുന്നത്. It has 2 memory bank. 512 KB-ൻ്റെ 2 മെമ്മറി ബാങ്ക് ഉണ്ട്. these are low bank, even ആയിരിക്കും ഹൈ ബാങ്ക് അവിടെ ആയിരിക്കും. In 8086 the entire memory is divided into 4 segments. 4 segment ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, which are code, stack, data and extra segment. 8086 has 16-bit IO address. It has 256 interrupters. 8086 has 2 mode operating mode. One is minimum mode and the other one is maximum mode. Minimum mode എന്ന് പറയുന്നത് പിന്നെ MN or MNX പിന്നെ ലോജിക് 1 ആകുമ്പോഴാണ് ഇത് മിനിമം മോഡിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. സോ താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് IC 8086-ലെ മാക്സ് മോഡാണ്. മാക്സ് മോഡ് എന്താണെന്ന് വെച്ചാൽ ഇൻ ദിസ് വി ക്യാൻ കണക്ട് മോർ പ്രോസസ്സേഴ്സ് ടു 8086. 8086 ആയിട്ട് മറ്റു പല പ്രോസസ്സേഴ്സിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നതിനാണ് മാക്സ് മോഡ് എന്ന് പറയുന്നത്, അഥവാ മാക്സിമം മോഡ്. അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ 8086 മാക്സ് മോഡ് ഈസ് ബേസിക്കലി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഓഫ് അലോക്കേഷൻ ഓഫ് ഗ്ലോബൽ റിസോഴ്സ് ആൻഡ് പാസിംഗ് ബസ് കൺട്രോൾ ടു അതർ കോ പ്രോസസ്സേഴ്സ്. മറ്റു പ്രോസസ്സേഴ്സ് ആയിട്ട് 8086-ൻ്റെ ഗ്ലോബൽ റിസോഴ്സിനെയും അതേമാതിരി പാസിംഗ് ബസ് കൺട്രോളിനെയും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് മാക്സ് മോഡ് എന്ന് പറയുന്നത്. ബിക്കോസ് 2 processors can access system bus at same time. ഇതിന് കാരണം എന്താ വെച്ചാൽ ഒരേ സമയം 2 പ്രോസസ്സേഴ്സിന് സിസ്റ്റം ബസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓൾ പ്രോസസ്സേഴ്സ് എക്സിക്യൂട്ട് ദെയർ ഓൺ പ്രോഗ്രാം. ഓരോ പ്രോസസ്സറും അതിൻ്റേതായ പ്രോഗ്രാംസാണ് എക്സിക്യൂട്ട് ചെയ്യുക. The resources which are common to all processors are known as global resources. എല്ലാ പ്രോസസ്സേഴ്സിനും കോമൺ ആയുള്ള റിസോഴ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. The resources which are allocated to particular processors are known as local or private resources. ഓരോ പ്രോസസ്സറിനും പ്രത്യേകമായി സ്വന്തം അലോക്കേറ്റ് ചെയ്ത് വെച്ച റിസോഴ്സിനെയാണ് നമ്മൾ പറയുക ലോക്കൽ അഥവാ പ്രൈവറ്റ് റിസോഴ്സ്. ഇനി ഇത് 8086-ൻ്റെ മാക്സ് മോഡിലെ ഒരു ബേസിക് ഡയഗ്രമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോൻ്റെ മുന്നോട്ടേക്കുള്ള ഭാഗത്ത് വരുന്നുണ്ട്. Control signals for all operations are generated by decoding S-2, S-1 and S-0 using 8288 bus control. നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ 8288 ബസ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു IC, ഇതിൻ്റെ അകത്താണ് നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ട്സ് വരേണ്ടതെന്നും അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് നടത്തേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് 8086 വരുന്ന സിഗ്നൽസ് പ്രമാണിച്ചിട്ട്. ഇത് 8086-ലെ S-2, S-1 അതുമാതിരി S-0 ഈ 3 പിൻസിനും വരുന്ന സിഗ്നൽസിൻ്റെ ബേസിലാണ് 8288 ഏത് ഓപ്പറേഷനാണ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഒറ്റ വാക്ക് പറയുവെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബസ്സിനും വരുന്ന സിഗ്നൽസിൻ്റെയും
അതിൻ്റെ ബൈനറി കോഡിൽ അതേ സമയം നടത്തപ്പെടുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. ഇപ്പോൾ മൂന്ന് പിൻസും 0 ആണ് എന്നൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇൻറ്ററപ്റ്റ് അക്നോളജ് ആണ് വരിക. അതിന് ഇൻറ്റ ഡാഷ് അതാണ് നേരെ ഔട്ട്പുട്ട് വരിക. 8288 ഏറ്റവും ലാസ്റ്റ് കൊടുത്ത ഓപ്പറേഷൻ കൺട്രോൾ ബസ്സിൻ്റെ bus request is done using RQ dash or slash GT dash line interface with 8086. RQ0 slash GT0 has more priorities than RQ1 slash GT1. ബസ്സിലേക്കുള്ള റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ RQ ഡാഷും GT ഡാഷും അതിലുള്ള ലൈൻസാണ്. എന്ന് വെച്ചാൽ 8086ൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ രണ്ട് ലൈൻസാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രയോറിറ്റി കൂടുക വെച്ചാൽ RQ0നും GT0നുമാണ് RQ1നും GT1നെക്കാട്ട് പ്രയോറിറ്റി കൂടുക. എന്താ നേരെ സിഗ്നൽ വരുന്നതെന്ന് പ്രമാണിച്ചിട്ട്. ITA dash is given by 8288 in response to an interrupt on a interline of 8086. 8086ൻ്റെ ഇൻ്റർലൈനിൽ ഒരു ഇൻട്രപ്ഷൻ വരുന്ന സമയത്താണ് ITA ഡാഷ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നേരെ ഓപ്പറേഷൻ 8288 കൺട്രോൾ ബസ് നൽകുന്നത്. ഇൻ മാക്സ് മോഡ് ദ അഡ്വാൻസ്ഡ് റൈറ്റ് സിഗ്നൽ get enabled on T state in advance as compared to normal write signal. മാക്സ് മോഡിൽ അഡ്വാൻസ് റൈറ്റ് സിഗ്നൽ ടി സ്റ്റേറ്റിൽ എനേബിൾ ആവുന്ന രീതിയിലാണുള്ളത്. കമ്പയർ ടു നോർമൽ റൈറ്റ് സിഗ്നലിനെയും കാട്ടും അഡ്വാൻസ് ആയിട്ടാണ് അഡ്വാൻസ് റൈറ്റ് സിഗ്നൽ ടി സ്റ്റേറ്റിൽ ഫോം ചെയ്യുന്നത്, ടി സ്റ്റേറ്റിൽ എനേബിൾ ആവുന്നത്. ദിസ് ഗിവ്സ് slower devices more time to get ready to access the data. Therefore, it reduces the number of cycles. ഇതുമൂലം സ്ലോവറായി വർക്ക് ചെയ്യുന്ന ഏതൊക്കെ ഡിവൈസസ് ആണോ അതിന് കുറച്ചും കൂടി ടൈം നൽകും മാക്സ് മോഡിൽ 8086. അതുമൂലം നമുക്ക് നേരെ അതിൻ്റെ അകത്ത് എത്ര സൈക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും, സൈക്കിൾസിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. Hello, today I am here to talk about minimum mode configuration of 8086 microprocessor. The 8086 microprocessor operates in minimum mode when mn by mx bar equal to 1. In minimum mode, 8086 is the only processor in the system which provides all the control signals which are needed for memory operations and I/O interfacing. Here the circuit is simple, but it does not support multiprocessing. The other components which are transceivers, latches, 8284 clock generator, 7413A decoder, memory and I/O devices are also present in the system. The address bus of 8086 is 20 bits long. By this we can access 220 byte memory, that is 1 MB. Out of 20 bits, 16 bits A0 to A15 or 16 lines are multiplexed with a data bus. By multiplexing, it means they will act as address lines during the first T state of the machine cycle, and in the rest they act as data lines. A16 to A19 are multiplexed, S3 to S6 and BHE is multiplexed with S7. So I'm here to take circuit explanation of max mode. So let's begin. 8286 മൈക്രോപ്രൊസസ്സർ ഈ മാക്സ് മോഡിൽ വർക്ക് ചെയ്യുക ഇപ്പോൾ വെച്ചാൽ MN or MNX ഡാഷ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഇത് മാക്സ് മോഡിൽ വർക്ക് ചെയ്യുക. ഇതിൻ്റെ ക്ലോക്ക് എന്താണ് 8284 ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 8288 bus controller addresses from the address bus is latched into 8282 8-bit latch. 3 such latches are required because address bus is 20 bit. The ALE address latch enabled is connected to STB strobe of the latch. The ALE
for the latch is given by bus controller, and the data bus is operated through 8286 8-bit transceiver. Two such transceivers are required because data bus is 16-bit. The transceivers are enabled DN signal by the direction of the data controlled by the DT/DR signal. DN is connected to OE dash and DT by DR dash is connected to T. Both DN and DT are given by 8288 bus controller, and the circuit diagram of you all get. Now I am going to take about minimum mode. Now let's talk about minimum mode. The 8086 microprocessor operates in minimum mode when mn or mx dash is equal to 1. ഇത് 1 ആയിരിക്കുന്ന സമയത്താണ് ഇത് മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്നത്. നേരത്തെ 0 ആയപ്പോഴാണ് മാക്സിമം മോഡിൽ വർക്ക് ചെയ്തത്. In minimum mode, 8086 is only processor in the system which provide all control signals which are needed for memory operations and input-output interfacing. Here the circuit is simple, but it does not support multiprocessing. The other components, which are transceivers, latches, 8284 clock generator, 74138 decoder, memory, and input-output devices, are also present in the system. The address bus of 8086 is 20-bit long. By this, we can access to 220-byte memory, that is 1 MB out of 20 bits, 16 bits AO to A15 or 16 lines are multiplexed with the data bus. By multiplexing, it means they will act as an address line during the first T statement, the machine cycle, and in the rest they act as a data line. A16 to A19 are multiplexed with S3 to S6, and VHE is multiplexed with S7. So ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. So thanks.